ഹലോ ഗായ്സ്, വെൽക്കം ടു ഇറ്റ്സ് മീ ബ്ലോഗ്. അപ്പം ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലം വരെ കുറേ നാൾക്ക് ശേഷമുണ്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല, മടിയായതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ ഇന്നൊന്ന് ചെറുതായിട്ടൊന്ന് പുറത്ത് പോയപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു വീഡിയോസൊക്കെ എടുത്ത് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന വീഡിയോ ഇതാണ്. ഗൈസ് എന്നെ ആരെ വിളിച്ച്, അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ തെറ്റൊക്കെ ഉണ്ടാകും പറയണേനൊക്കെ. കുറേ നാളെ ഞാൻ വീഡിയോ ഇട്ടിട്ട് എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട് എല്ലാ ദിവസമൊക്കെ ഇടണമെന്നൊക്കെ. പക്ഷേ എനിക്കത് മടിയാവും, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇടാത്തത്. കുറേയൊക്കെ വീഡിയോ എടുത്ത് വെക്കും ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോണതൊക്കെ. പിന്നെ എനിക്കതൊക്കെ കൂട്ടി എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ വീഡിയോസ് ഫുള്ളും കാണാം ഗൈസ്. അപ്പോൾ ഞാനൊരു അഞ്ച് മണിയായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണത്. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞിട്ടും എൻ്റെ ചേഞ്ച് നോക്കണം ഗൈസ്. ഞാനപ്പോൾ ഇങ്ങനെ ഇറങ്ങി റെഡി ആയിട്ടൊന്നുമില്ല, വേഷത്തിന് ഇറങ്ങാമെന്ന് വിചാരിച്ച് പെട്ടെന്നുണ്ടായ പ്ലാനാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്തോ ഒരു മാറ്റം, മുഖത്ത് എന്തോ കുറവുള്ളവരെ നോക്കിയപ്പോൾ എന്താ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പോയി ലിപ്സ്റ്റിക്ക് ഇച്ചിരി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഞാൻ റെഡിയായി ഇറങ്ങി ഗൈസ്. ഈ ലിപ്സ്റ്റിക്ക് ഇടാൻ നേരത്ത് ഈ പല്ലിലാവും ഗൈസ്, അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഞാൻ റെഡിയായി ഇറങ്ങുവാണ് ഗൈസ് പോകാൻ വേണ്ടി. ഞാൻ വേറെ ഫേസിലെ മുഖത്തോ ഒന്നും മേക്കപ്പ് ഒന്നും ചെയ്തില്ല. ആകെ ഇച്ചിരി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഞാൻ റെഡിയായി കഴിഞ്ഞു ഗൈസ്. ഡണ്ണായി. അങ്ങനെ ഞാൻ വീടിൽ നിന്ന് നടന്ന് പോകുവാണ് ഗൈസ്. നടന്നല്ല കേട്ടോ പോണത് ഗൈസ്, എനിക്ക് എൻ്റെ വണ്ടി ഉണ്ട് ഗൈസ്, വണ്ടിക്കാണ് പോണേ. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കണേ, നീയാണ് എടുക്കണത് അവനാണ് എടുക്കണേന്ന്. അങ്ങനെ ഇവനെ കൂടിയാണ് ഗൈസ് ഞാൻ പോണത്. പെർത്തടിച്ച് അവിടെ ഇരുന്നേനെ, അത് കണ്ട തൂങ്ങി കിടക്കണത്. അങ്ങനെ ഞാൻ എൻ്റെ വണ്ടിയിൽ ഞാനും കൂടെ ഒരുമിച്ചാണ് പോണത്. ഇവനെയും കൊണ്ടാണ് പോണത് ഗൈസ്. ലിപ്സ്റ്റിക്കൊക്കെ അടിച്ച് ഞങ്ങൾക്ക് കാണിച്ചു തന്നെയാണ്. നല്ല മഴക്കാറുണ്ടായിരുന്നു. പെട്രോൾ 2 കട്ട ഉണ്ടായുള്ളൂ ഗൈസ്, അതും കൊണ്ടാണ് ഞാൻ പോണത്. വീടിൻ്റെ തൊട്ടടുത്തൊന്നും പറയാൻ പറ്റില്ല, കുറച്ചടുത്താണ്, എന്നാലും കുറച്ച് പോകാനുണ്ട്. അപ്പോൾ എവിടെ പോണേന്ന് നിങ്ങൾക്ക് സ്ഥലം കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ പോണ വഴിയൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയാൻ വേണ്ടി കളമശ്ശേരി കാണാൻ ഒടുക്കത്തെ ഭംഗിയാണ് ഗൈസ്. എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഫീലാണ് കളമശ്ശേരി എന്ന് പറയുമ്പോൾ. ഞങ്ങൾക്ക് മാത്രം തോന്നുന്നതായിരിക്കാം. പിന്നെ ഈ വഴിയൊക്കെ കണ്ട ഫസ്റ്റ് പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു. ഈ ബിൽഡിങ്ങൊക്കെ വന്നതിന് മുന്നേ മറ്റേ റബ്ബറും തോട്ട് വരുന്നപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി. നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിലൊക്കെ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കണമെങ്കിൽ കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ HMT എത്തി ഗൈസ്. അപ്പോൾ HMT നോക്കിയപ്പോൾ എന്താ മഴക്കാറ്, ആ ആകാശം കണ്ടു കഴിഞ്ഞപ്പോൾ വീഡിയോയിൽ എന്തോരം ഇതുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ നല്ല മഴക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ പെയ്യും എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾ നേരെ വണ്ടി ഓടിച്ചു പോയി. പക്ഷേ ഈ സമയം അത്ര ഇരുട്ടി അതായത് ഞാൻ പറഞ്ഞുതരാം 5:30 ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഈ മഴക്കാറ് കാരണം ഭയങ്കരമായിട്ട് ഇരുട്ടി തുടങ്ങി. ഈ വഴി കണ്ട നമ്മൾ ആരും സഞ്ചരിക്കാത്ത കുറച്ച് വഴി കൂടെയൊക്കെയാണ് ഞങ്ങൾ പോയത്. കാരണം ഇതിന് നേരെ വഴിയുണ്ട്, പക്ഷേ ഈ വഴി പോയാലാണ് ഒരു അന്തസ്സുള്ളൂ. അല്ല കൈസ്, HMT ആരെങ്കിലും കാണണമെങ്കിൽ അവർ ഒരു കമൻ്റ് ഇടും. ഞങ്ങൾക്കറിയില്ല സത്യത്തിൽ ഏതാ വഴി പോകേണ്ടതെന്ന്. പക്ഷേ ഞങ്ങൾ ഈ വഴി കണ്ടുപിടിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ കുറച്ച് ഇങ്ങനെ ടാറിടാത്ത റോഡാണ്, മണ്ണ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കുലുങ്ങി ലാസ്റ്റ് ഞങ്ങൾ സ്ഥലത്ത് എത്താറായി ഗൈസ്. അങ്ങനെ സ്പോട്ടിലെത്തി. അത് ടാറിടാത്ത റോഡ് ഇവിടം വരെ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് ടാറിട്ട റോഡാണ്. നല്ല വൈബ് സ്ഥലമാണ്. വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ലാത്തവർക്കൊക്കെ വണ്ടി ഓടിച്ച് പഠിക്കാൻ പറ്റിയ സ്ഥലമാണ്. തിരക്കൊന്നുമില്ല, കുറേ കടകളും നല്ല നൈറ്റ് വൈബൊക്കെ പിടിക്കാൻ പറ്റിയ കടയുണ്ട്. നല്ല രസമാണ് കാണാൻ. ഇവിടെ നിന്നാലും അധികം ക്രൗഡ് കാര്യങ്ങളൊന്നുമില്ല, വലിയ വണ്ടികളൊന്നും പോണില്ല. പക്ഷെ നല്ല രസമാണ് അവിടെ. കുറേ പശുക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആകാശം കണ്ടില്ല ഗൈസ്. ഇതിപ്പോൾ വീഡിയോയിൽ കണ്ടിട്ട് ഇത്ര ഭംഗി തോന്നിക്കില്ല, പക്ഷേ ഞാനവിടെ നമുക്കിങ്ങനെ ഓടിച്ച് പോകുമ്പോൾ ഒരു വേറെ ലെവലായിട്ട് തോന്നിക്കണം ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈം ആണോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾക്ക് മുന്നേ ഞാൻ പോയിട്ടുണ്ട് ഇവിടെ. അപ്പം ഞാനിവിടെ വന്നപ്പോൾ കടയൊന്നും ഉണ്ടായിരുന്നില്ല, റോഡ് പണി നടക്കണമായിരുന്നു. പിന്നെ എപ്പോഴോ ഇങ്ങനെയോ എവിടെയോ പോയപ്പോൾ ഇതുവഴി പാസ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറിയിട്ടില്ല. ഇന്നാണ് ശരിക്കും ഇവിടെ വന്ന രീതിയിൽ വന്നത്. കണ്ട ഗൈസ്, എന്താ അടിപൊളിയല്ലേ കാണാൻ. ആകാശം നോക്കിയ ഗൈസ്, ചെറിയ കുഞ്ഞു മഴയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഞങ്ങൾ ചെറിയ കടയിൽ കയറാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. കാരണം അധികം പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു കട്ടനൊക്കെ അടിച്ചിട്ട് പോകാമെന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടി പയ്യെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണതാണ് ഗൈസ്. അടുത്തതായി എൻ്റെ ഒരു പട്ടി ഷോ. ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു വീഡിയോ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ വണ്ടി ഇങ്ങനെ നല്ല സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് നല്ല ഓടിച്ചൊരു വീഡിയോ എടുക്കണമെന്ന്. ഞാനപ്പോൾ അവനോട് പറഞ്ഞപ്പോഴേക്കും പക്ഷേ ഇരുട്ടായ കാരണം വലിയ മേന തോന്നിച്ചില്ല. അങ്ങനെ ഞങ്ങൾ കടയിൽ കയറി കഴിച്ച് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യത്തിലോട്ട് വന്നു. ഞങ്ങൾ എന്തിനാണ് വന്നത്? ചായ കുടിക്കാൻ.
ഞങ്ങളുടെ വീട്ടിൽ ചായപ്പൊടിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഒരു വൈബ്. ഞാനും അവനും കൂടെ വന്നു ഗൈസ്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അവിടെ കുറേ ആൾക്കാരൊക്കെ ഇപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് എൻ്റെ ഞാൻ ഹെൽമെറ്റ് തലേന്ന് മാറ്റിയില്ല ഗൈസ്. കാരണം ഞാൻ എന്താ പറയുക, മുടി കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, മുടി അയച്ചിട്ട് എങ്ങനെ ഇരുന്നത്. പിന്നെ ഞാൻ ഹെൽമെറ്റ് മാറ്റാൻ നിന്നില്ല, ഞാൻ തലയിൽ വെച്ചു. അപ്പോൾ എല്ലാവരും എന്നെ നോക്കണം, എന്താണ് ഈ കൊച്ചു പ്രാന്തോണോന്ന്. ഇത് ഗൈസ് എൻ്റെ സ്മൈലിൻ്റെ കീൻ്റെ, അതായത് എൻ്റെ ചാവിയുടെ സ്മൈലിൻ്റെ കീ ചെയിൻ. എന്താ ഫുഡ്, അയ്യോ നിങ്ങൾക്ക് ഫുഡ് കണ്ടോ ഗൈസ്, ഇതായിരുന്നു. ഇതിൻ്റെ പേരാണ് ഗൈസ് പൊറോട്ട റോൾ. റോളായിട്ടല്ല തന്നത്, സ്ക്വയറായിട്ട് തന്നത്. അത് ഞാൻ ആലോചിച്ചു അവിടെ നിന്നിട്ട്, പൊറോട്ട റോൾ എന്ന് പറഞ്ഞിട്ട് സ്ക്വയറിലല്ല നിൽക്കുന്നത്. എന്തെങ്കിലും അവിടെ നമുക്ക് തിന്നാൽ പറ്റും. ഫസ്റ്റ് കടിച്ചപ്പോൾ തന്നെ വായൊക്കെ പുള്ളി. പിന്നെ ഞങ്ങൾ ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് കട്ടൻ ചായ മതി, പാൽ ചായ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ചേട്ടനോട് കട്ടൻ ചായയൊക്കെ പറഞ്ഞ് ഞാൻ കഴിക്കണ കേസ്. ഭയങ്കര ചൂടായിരുന്നു. അത് അവരപ്പം തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മളവിടെ ആ കടയ്ക്ക് കയറി കഴിഞ്ഞാൽ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ആ പുള്ളി ഉണ്ടാക്കി, നമ്മൾ ചെല്ലുന്ന പറയുമ്പോൾ ഉണ്ടാക്കിയാൽ തരാറ്. പിന്നെ അടുത്ത് ഞങ്ങളുടെ ലക്ഷ്യം ഇറച്ചിച്ചോറ് കഴിക്കാനായിരുന്നു. പിന്നെ ഇന്ന് സമയം ഉണ്ടായിരുന്നില്ല, വീട്ടിൽ വെറുതെ കടയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ വേഗം അത് കഴിച്ചിട്ട് ഇറങ്ങി ഗൈസ്. കണ്ട അവൻ്റെയൊക്കെ തീറ്റ കണ്ടില്ല ഗൈസ്. പക്ഷെ ഭയങ്കര ചൂടുണ്ടായിരുന്നു, സോസും കൂട്ടി തിന്നാൻ നല്ലതായിരുന്നു, ഓക്കെ ഫുഡായിരുന്നു. ഫ്രണ്ട്സൊക്കെ വന്നിരുന്ന് കഴിക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ്. ചായ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗൈസ്. മറ്റേ ചായനകത്ത് ഒരു എന്താണ് ഏലക്കയൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് ഞങ്ങൾ അങ്ങനെ ഇരുന്നു ഗൈസ്. തീർന്നു പോയത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോയി ഗൈസ്. അങ്ങനെ ഞാൻ തിന്നൊക്കെ കഴിഞ്ഞ്, പക്ഷെ അത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം വയറൊക്കെ ഫില്ലായിട്ടാണ് ഗൈസ്. അങ്ങനെ കുറേ നേരം അപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. മഴ നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നവർ കമൻറ്റ് ചെയ്യുക ഗൈസ്. അങ്ങനെ അവൻ ചായ കുടിക്കണമെന്ന് വെയിറ്റ് ചെയ്ത് നിന്ന് ഞങ്ങൾ ഇറങ്ങി ഗൈസ്. അങ്ങനെ അപ്പോഴത്തേക്കും കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ടായി, ഭയങ്കര ഇരുട്ടായി. അങ്ങനെ ഇരുട്ടത്തിൽ കൂടെ ഞങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്നത് ഗൈസ്. ഇതാണ് കട. പകൽ വന്ന് നിങ്ങൾക്ക് വന്ന ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ വന്ന് കഴിച്ചു നോക്ക്, നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ പൊറോട്ട റോൾ. അങ്ങനെ കുറച്ച് പേര് നടന്നു പോകണതൊക്കെ കണ്ടോ ഗൈസ്. പിന്നെ ഫുള്ളി ഇരുട്ടായി ഗൈസ്. പിന്നെ നമുക്കൊന്നും കാണാനൊന്നും പറ്റുന്നില്ല, ബ്ലററായിരിക്കണം ഫോണിൽ കാണുന്നത്. പിന്നെ ഞാൻ തുടച്ചൊക്കെ എടുത്ത് നോക്കിയപ്പോഴും വലിയ ഒരു രസമില്ല കാണാൻ. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് യാത്രയാവുകയാണ് ഗൈസ്. അങ്ങനെ അവനാണ് തിരിച്ചു പോയപ്പോൾ അവനാണ് വണ്ടി ഓടിച്ചത്, പോയപ്പോൾ ഞാനായിരുന്നു വണ്ടി ഓടിച്ചത്. പകുതി എത്തിയപ്പോൾ അവൻ എനിക്ക് വണ്ടി തന്നു. പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് അവൻ വണ്ടി ഓടിച്ച് ഞങ്ങൾ വണ്ടി കയറി 2 റൗണ്ട് അവിടെ തന്നെ ഓടിച്ചിട്ട് ഞങ്ങൾ പോകുവാണ് ഗൈസ് വീട്ടിലോട്ട്. പോണ വഴിക്ക് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം കട. അതാണ് ആ കട. പിന്നെ 2, 3, 4, 5 കട ഉള്ളു ആ ഭാഗത്ത്. പിന്നെ കടയൊന്നുമില്ല അവിടെ, വേറെ ഒന്നുമില്ല. പിന്നെ വണ്ടി എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് പോയി ഗൈസ്. പിന്നെ എൻ്റെ കുറേ മൊണാൾട്ടായിരുന്നു ഗൈസ്. ഷോയാണ് ഗൈസ് ക്യാമറ ഓണാക്കി വെച്ചിട്ടുള്ള. നല്ല രസമാണ് വണ്ടിയുടെ പുറകിൽ നിന്ന് മഴയത്ത് ഇങ്ങനെ പോകാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഗൈസ്. വൈബാണെന്നൊക്കെ പറയേണ്ടിയിരുന്നു. എന്ത് വൈബ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എവിടെയെങ്കിലും ഇരുന്നാൽ മതി. കണ്ട ഗൈസ് ബാക്കിൽ മറ്റേ ഇടിമിന്നണ കണ്ട, നല്ല രസമല്ലേ. അങ്ങനെ ഞങ്ങൾ കുറേ പ്രേതകഥകളൊക്കെ പറഞ്ഞ് വണ്ടിയും കൊണ്ട് പോകണുണ്ട് ഗൈസ്. കണ്ട ഈ ക്യാമറയിനകത്ത് ഇങ്ങനെ വണ്ടിയുടെ ലൈറ്റിനകത്ത് കണ്ട ഗൈസ്. അപ്പോൾ ഞാൻ അവനെ പറഞ്ഞ് പേടിപ്പിക്കണം, ഇവിടെ പ്രേതമൊക്കെ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ കഥകൾ പറയണേ. ഈ 4-5 വണ്ടിയൊക്കെ മാത്രമേ രാത്രി ഇങ്ങനെ പോകണുള്ളൂ. ഇതിനും ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് വണ്ടിയൊന്നും പോകാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല, വണ്ടിയൊക്കെ പോലിച്ചിട്ട് കുറവാണ്. ഞാൻ കുറേ പേടിപ്പിച്ചവനെ, ഇടിമിന്നണ കൈ. അങ്ങനെ മഴയൊക്കെ കൊണ്ട് കളമശ്ശേരി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് മഴ കുറഞ്ഞ് അതുണ്ടായില്ല. പക്ഷേ കളമശ്ശേരിയിൽ നല്ല മഴയുണ്ടായിരുന്നു. വീടിൻ്റെ അടുത്തേക്ക് കുറച്ച് മഴ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഗൈസ് ഇത് കണ്ടോ ഗൈസ്, എൻ്റെ ആഗ്രഹമായിരുന്നു വണ്ടീൻ്റെ പുറകിൽ ഇങ്ങനെയൊക്കെ ഇരുന്ന് വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെയല്ല, എൻ്റെ ഒരു കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ. പക്ഷേ എനിക്കിഷ്ടമായി ഇങ്ങനെ വണ്ടീൻ്റെ പുറകിൽ ഇങ്ങനെ ക്യാമറ പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പോണതൊക്കെ. സെൽഫി സ്റ്റിക്ക് മേടിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. അത് മേടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതേമാതിരി നല്ല വ്യക്തമായിട്ട് സ്ഫുടതമായിട്ട് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഈ വീഡിയോ എടുക്കേണ്ടത്. അപ്പോൾ ഗൈസ് കണ്ട പൊക്കി പിടിച്ചുകൊണ്ട് പോണതാണ് ഇത്. കണ്ടു കേട്ടോ നല്ല രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ക്യാമറ പൊക്കി പിടിക്കുന്നത് ഗൈസ്. അങ്ങനെ വീടിൻ്റെ അടുത്ത് എത്താറായി ഗൈസ്. അങ്ങനെ കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. തറവാട്ടിലോട്ടാണ് ഫസ്റ്റ് ഓടിക്കയറുന്നത്. മഴയായിരുന്നു കാരണം ആദ്യം ഞാൻ ആൻറ്റിയുടെ എക്സ്പ്രഷൻ വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞ ആൻറ്റീനെയൊക്കെ പിടിച്ചെടുത്തേക്കാണ്. അപ്പോൾ ഫസ്റ്റ് അമ്മയുടെ എക്സ്പ്രഷനാണ് ഗൈസ്. കണ്ട അൽപുച്ഛം, വൻപൂച്ച ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വൈശുവിൻ്റെ എക്സ്പ്രഷൻ, അവളെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് വല്ലാത്ത സങ്കടമാണ്. പിന്നെ ആൻറ്റിയുടെ എക്സ്പ്രഷൻ, അടിപിരി ചിരിച്ചുകൊണ്ടിരുന്നോളും.
വൈശുവിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ വൈശു ഭയങ്കര സങ്കടത്തിലാണ് ഗൈസ്. അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ വൈശുവിനെ കൊണ്ടുപോകാം ഗൈസ്. വൈശുവിനെ പകൽ കൊണ്ടുപോകാൻ ട്രിപ്പിൾ അടിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് അവളെ കൊണ്ടുപോകാഞ്ഞത്. പിന്നെ ഗൈസ് ഞങ്ങളുടെ കൊച്ചിൻ്റെ റിവ്യൂ ആണ് ഗൈസ്. കൊച്ചിൻ്റെ റിവ്യൂ കൊച്ച് പറഞ്ഞു ചിറ്റ പോയതൊന്നുമില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഹാപ്പിയാണെന്ന് പറഞ്ഞു. അവരുടെ എക്സ്പ്രഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ താഴെ ഒരു ഡാഡി ഗിരിജയുടെ എക്സ്പ്രഷൻ എടുക്കാൻ പോകണം ഗൈസ്. നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോട്ടാ. എന്നെ അവിടെ നിന്ന് ക്രൂശമായി നോക്കണേണ്ട, എവിടെ പോയത് ആടി എന്നൊക്കെ ഉണ്ട്. പക്ഷേ വീഡിയോ എടുക്കണ കാരണം ഒന്നും വേണ്ടിയില്ല ഗൈസ്. ലാസ്റ്റ് പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാൽ അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ടാറ്റാ.